ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൻ. ജൂൺ 4 ബുധൻ 2025 വാർത്തകളിലേക്ക്. ദോഹ കപ്പിൽ മുത്തമിട്ട് വിരാട് കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സും. 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുക്കം IPL കിരീടം നേടി റോയൽ ചലഞ്ചേഴ്സ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സിന്റെ പോരാട്ട വീര്യത്തെ ടീം മികവുകൊണ്ട് മറികടന്നാണ് ബംഗളൂരു കന്നി കിരീടം നേടിയത്. ആവേശം വാനോളമുയർന്ന മത്സരത്തിൽ 6 റൺസിനാണ് ബംഗളൂരുവിന്റെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു 43 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ മികവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 30 പന്തിൽ 60 റൺസ് എടുത്ത് അവസാന ഓവറുകൾ കത്തിക്കേറിയ ശശാങ്ക് സിംഗിനും പഞ്ചാബിലെ ലക്ഷ്യത്തിലെ എത്തിക്കാനായില്ല. അവസാന ഓവറിൽ ജയിക്കാൻ 29 റൺസ് വേണ്ടിയിരുന്ന പഞ്ചാബിന് ശശാങ്ക് സിംഗിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ 20 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി മികച്ച രീതിയിൽ കളിച്ചിരുന്ന പ്രഭ്സിമ്രാൻ സിംഗിന്റെയും ജോഷ് ഇംഗ്ലിസിന്റെയും വിക്കറ്റിലെടുത്ത കൃണാൽ പാണ്ഡ്യയാണ് കളിയിലെ താരം. IPL 18ാം സീസണിൽ 717 റൺസ് നേടിയ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവാണ് കളിയിലെ താരം. 759 റൺസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശൻ ഓറഞ്ച് ക്യാപ്പും 25 വിക്കറ്റ് എടുത്ത ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രസിദ്ധ് കൃഷ്ണ പർപ്പിൾ ക്യാപ്പും സ്വന്തമാക്കി. 141 റൺസ് എടുത്ത സൺറൈസേഴ്സിന്റെ അഭ്യാഷ് റാവയാണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയത്. 8 അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കിയ വിരാട് കോഹ്ലിയാണ് ടൂർണമെന്റിൽ കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയത്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറത്തിയത് 40 സിക്സറുകൾ അടിച്ച നിക്കോളാസ് പൂരാനും ഫോറുകൾ പായിച്ചത് 88 ഫോറുകൾ അടിച്ച സായി സുദർശനുമാണ്. കേരളത്തിലെ 3ഉം 4ഉം റെയിൽവേ പാതയ്ക്കുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ എക്സിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ അശ്വിനി വൈഷ്ണവ് അങ്കമാലി എരുമേലി പദ്ധതിക്കും കേരളത്തിൽ അനുവദിച്ച ഓവർ ബ്രിഡ്ജുകൾക്കും അണ്ടർ ബ്രിഡ്ജുകൾക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിന് പിന്തുണ തേടിയതായും അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ലഭിച്ച 25 നാമനിർദ്ദേശ പത്രികകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സൂക്ഷ്മ പരിശോധനയിൽ ഡമ്മി സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ 7 പത്രികകൾ വരെ വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി തള്ളി. 18 പത്രികകൾ സ്വീകരിച്ചു. ഇതിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ PV അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയും തള്ളിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളാൻ അറിഞ്ഞുകൊണ്ടാണ് അൻവർ സാഹചര്യമൊരുക്കിയെന്ന് ആരോപണം. മുമ്പ് 2 തവണ മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കാൻ അൻവറുണ്ടാക്കിയ തിരക്കിയുടെ ഭാഗമാണ് നാമനിർദ്ദേശ പത്രിക തള്ളൽ എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ PV അൻവർ ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കില്ല. PV അൻവറിന്റെ ജനാധിപത്യ പ്രതിരോധ മുന്നണിയിലും ആം ആദ്മി പാർട്ടി ഭാഗമാകില്ല. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക തള്ളിയതിന് പിന്നാലെയാണ് ആദ്മി പാർട്ടിയും പിന്തുണ പിൻവലിച്ചത്. UDF ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി കാണുന്നതെന്നും കേരളം 9 വർഷം ഭരിച്ചു മുടിച്ച സർക്കാരിനെ മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യക്തിപരമായല്ല, രാഷ്ട്രീയപരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്നും ഇനി ആരുമായും ചർച്ചയില്ലെന്നും നിലമ്പൂരിലെ ജനങ്ങളുമായി മാത്രമേ ചർച്ചയുള്ളൂവെന്നും വ്യക്തിപരമായി മറ്റാരെക്കുറിച്ചും പരാമർശിക്കേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഇന്നലെ KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രതിരോധിക്കാനായി CPMൽ നിന്ന് സംസാരിച്ചത് മരുമകൻ റിയാസ് മാത്രമാണ്. അതിനർത്ഥം CPMൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നു എന്നാണ്. LDFലും മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണ്. MP ഗോവിന്ദൻ മാഷോ MA ബേബിയോ പിണറായിയുടെ ചതിയെക്കുറിച്ചുള്ള KC വേണുഗോപാലിന്റെ പരാമർശത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നും K മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ CPM വേണുഗോപാലിന്റെ പ്രസ്ഥാനം ഒരു അടിസ്ഥാനവുമില്ലാത്തതാണെന്നും കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. പ്രസ്താവന കോൺഗ്രസിന്റെ ആശങ്ക വ്യക്തമാക്കുന്നതാണെന്നും പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ജനങ്ങളോട് KC വേണുഗോപാലും കോൺഗ്രസും മാപ്പ് പറയണമെന്നും ധനമന്ത്രി ബാലഗോപാലും ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയെന്ന AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി V ശിവൻകുട്ടി. സാധാരണക്കാരുടെ ജീവിതത്തിൽ KC വേണുഗോപാൽ അപഹസിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വേദികൾ സാധാരണക്കാരെ അപഹസിക്കുന്നതും ഇകഴ്ത്തിക്കാട്ടുന്നതും കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ടുകളും LDFന് വേണമെന്നും എന്നാൽ വർഗീയ ശക്തികളെ മനുഷ്യരായി തന്നെ കണക്കാക്കിയിട്ടില്ലെന്നും അപ്പോൾ പിന്നെ ആ പ്രശ്നം ഉദിക്കുന്നില്ലെന്നും സ്വരാജ് പറഞ്ഞു. വർഗീയ നിലപാടുള്ളവർ മനസ്സിൽ നിന്ന് ആ വർഗീയ വിഷം കളഞ്ഞ് മതനിരപേക്ഷവാദികളായി ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ വോട്ട് ചോദിച്ച് വീട്ടിൽ വരുന്നതെന്ന് നിലമ്പൂർ ഐഷ. CPL നിന്ന് അകന്നപ്പോൾ തന്നെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് അൻവർ കുടുക്കിയെന്നും അൻവർ രാജിവെച്ചത് നന്നായെന്നും നശിച്ചുപോയ ഒരു MLA നിലമ്പൂരിന് വേണ്ടെന്നും ഐഷ പറഞ്ഞു. അൻവറിന് മുഖ്യമന്ത്രിയാകാനാണ് മോഹം. അതാണ് അൻവറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നും
ആണ് കരുതുന്നത്. എം സ്വരാജ് മിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്നും നിലമ്പൂരിൽ സ്വരാജിൻ്റെ ജയം ഉറപ്പാണെന്നും നിലമ്പൂർ ഐഷ കൂട്ടിച്ചേർത്തു. ചെങ്കോട്ടയെ കണ്ണൂരിനെ തങ്ങൾ മാറ്റിയെടുത്തത് വലിയ പോരാട്ടം നടത്തി എന്ന് കെ സുധാകരൻ. ഒരു പാർട്ടി വളർത്തിയെടുക്കും അല്പമല്ല. എൻ്റെ മനസ്സിനകത്ത് CPM-നുള്ള ഒടുങ്ങാത്ത അമർഷമാണ്. പ്രവർത്തകരുടെ വികാര വിചാരങ്ങൾ മാനിക്കാൻ കഴിയുന്നവരായിരിക്കണം നേതാക്കന്മാരെന്നും കെ സുധാകരൻ പറഞ്ഞു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അതേസമയം കാലവർഷക്കെടുതി മൂലം കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയായിരിക്കും. ഒടുവിൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിനെയും വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നു. മലയാളിയായ വില്ലി ആന്റണിയാണ് പടുകൂപ്പൻ കപ്പലിൻ്റെ കപ്പിത്താൻ. സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് MSC ഐറിന വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വ്യാജമോഷണ പരാതിയുടെ പേരിൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ ബിന്ദു പോലീസിന് മൊഴി നൽകി. പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക പോലീസ് സംഘത്തിനാണ് മൊഴി നൽകിയത്. 6.5 മണിക്കൂറോളം നേരമാണ് പോലീസ് ബിന്ദുവിൽ നിന്ന് മൊഴിയെടുത്ത് തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വീട്ടുടമ ഓമന ഡാനിയലിനെതിരെയും അന്വേഷണം വേണമെന്ന് ബിന്ദു പോലീസിനോട് ആവശ്യപ്പെട്ടു. എലിപ്പനി പ്രതിരോധ ഗുളിക കഴിച്ച 5 പേർക്ക് ദേഹാസ്യം. പത്തനംതിട്ട പെരുന്നാടാണ് സംഭവം. 5 തൊഴിലുറപ്പ് തൊഴിലാളികൾ ദേഹാസ്യം അനുഭവപ്പെട്ടെ തുടർന്ന് അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഭക്ഷണം കഴിക്കാതെ ഗുളിക കഴിച്ചുകൊണ്ടാണ് ദേഹാസ്യം ഉണ്ടായെന്ന് ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്നും DMO അറിയിച്ചു. തെരുവുനായ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. മരുത റോഡ് അപ്രതിഭ നഗറിൽ വെച്ച് ആലത്തൂർ സ്വദേശി അയാനാണ് പരിക്കേറ്റത്. മരുത റോഡിലെ ബന്ധുവീട്ടിലെത്തിയായിരുന്നു അയാനും കുടുംബവും. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം നായകളെത്തി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവിനെ കെട്ടിയിട്ട് അർത്ഥനഗ്നാക്കി മറിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം. പ്രതികളായ റെജിൻ മാത്യു, വിഷ്ണു എന്നിവർക്കാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. തൊണ്ടി മുതൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് കാളിയാർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജെയ്മോന് സസ്പെൻഷൻ. നിലവിൽ തൊടുപുഴ സ്റ്റേഷനിൽ DYSP സ്ക്വാഡിലെ അംഗമാണ് ജെയ്മോൻ. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേഷ് M നായർ മുഖ്യ അതിഥിയായി ആയതിനാൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി ഹെഡ്മാസ്റ്ററെ മൊഴിയെടുത്തു. എന്നാൽ കുറ്റം മുഴുവൻ സ്പോൺസറുടെ ചുമലിൽ ഇടുകയാണ് സ്കൂൾ അധികൃതർ. സ്കൂൾ ക്ഷണിച്ചിട്ടുള്ള മുകേഷ് പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് പ്രധാന അധ്യാപകന്റെ മൊഴി. പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയോട് റീൽസ് ഷൂട്ടിന്റെ പേരിൽ അതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് മുകേഷ് M നായർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിക്കുകയാണെന്ന് സർക്കാർ തീരുമാനത്തെ പരിഹസിച്ച നടി പാർവതി തിരുവോത്തിന് മറുപടിയുമായി സംവിധായക വിധു വിൻസെന്റ്. വിമർശനങ്ങൾ എക്കാലത്ത് നല്ലതാണെന്നും പക്ഷേ താരങ്ങളെന്ന ബലത്തിൽ കാടടച്ച് വെടിവെക്കരുതെന്നും വിധു വിൻസെന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നീണ്ട കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ സുഗാന്ത് സുരേഷിനെ ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ എത്തിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിനാണ് കസ്റ്റഡിയിൽ വിട്ടത്. സുഗാന്തിന്റെ ലൈംഗികശേഷി പരിശോധനയും നടത്തും. പാകിസ്ഥാനെതിരായ വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായത് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ട്രംപ് മോദിയെ വിളിച്ച് എല്ലാം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നും മോദി അത് അക്ഷരം പ്രതി അനുസരിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു. 1974 യുദ്ധത്തിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനങ്ങളെ ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പരിഹാസം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ രാജസ്ഥാൻ തൊഴിൽ മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഷക്കൂർ ഖാൻ അറസ്റ്റിലായി. സെപ്റ്റി ടാങ്കിൽ ഇറങ്ങിയ 3 പേരും ഇവരെ രക്ഷിക്കാൻ ഇറങ്ങിയ ഒരാൾ ഉൾപ്പെടെ 4 പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ചു. ഒഡീഷയിലെ നബ്രഗംപൂർ ജില്ലയിലാണ് സംഭവം നടന്നത്. ഔദ്യോഗിക ബസ്സിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ കേന്ദ്ര സർക്കാർ. ഇതിനായുള്ള പ്രമേയം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ. പണം കണ്ടെത്തിയതിനു ശേഷം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി ഇദ്ദേഹം രാജിവെക്കാൻ തയ്യാറായി വന്നതോടെയാണ് ഇംപീച്ചിംഗ് നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വിവാദ പരാമർശവുമായി പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ഭഗവത് മാൻ. BJP ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ വോട്ട് തേടുകയാണെന്ന് ഭഗവത് മാൻ ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടങ്ങളുണ്ടെന്ന് ആവർത്തിച്ച സംയുക്ത സൈനിക മേധാവി തിരിച്ചടിയിൽ എത്ര വേഗം നന്നായി മറികടക്കുന്നു എന്നാണ് പ്രധാനമെന്നും CDS വ്യക്തമാക്കി. കാര്യശേഷിയുള്ള സേനകൾ തിരിച്ചടികൾ മറികടക്കാൻ ശേഷിയുള്ളവരാണ്. ഭീകരവാദത്തിലൂടെ ഇന്ത്യയെ ബന്ദിയാക്കാനാവില്ലെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത്. ആണവ ബ്ലാക്ക് മെയിലിന് വഴങ്ങില്ലെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.